നിങ്ങളിപ്പോൾ കുടിക്കുന്നത് ദിനോസറിന്റെ മൂത്രമാണോ? കേൾക്കുമ്പോൾ അല്പം അറപ്പ് തോന്നിയേക്കാം, പക്ഷേ സംഗതി സത്യമാണ്. നമ്മൾ കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളത്തിലും ചരിത്രത്തിൽ എന്നോ ഒരിക്കൽ ഒരു ദിനോസറിന്റെ ശരീരത്തിലൂടെ കടന്നുപോയ ജലതന്മാത്രകൾ ഉണ്ടാവാനുള്ള സാധ്യത 99%. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം. ഭൂമി ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി രൂപപ്പെട്ടപ്പോൾ ഇവിടെ എത്രത്തോളം വെള്ളമുണ്ടായിരുന്നോ അത്രയും തന്നെ ഇന്നും ഇവിടെയുണ്ട്. പ്രകൃതിയിൽ പുതിയതായി വെള്ളം ഉണ്ടാവുന്നുമില്ല, ഉള്ള വെള്ളം നശിച്ചു പോകുന്നുമില്ല. അത് രൂപം മാറി റീസൈക്കിൾ ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ദിനോസറുകൾ ഈ ഭൂമിയിൽ ഏകദേശം 180 കോടി വർഷങ്ങളാണ് ജീവിച്ചിരുന്നത്. ആ നീണ്ട കാലയളവിൽ ഭൂമിയിലുള്ള ഒട്ടുമിക്ക ജലാംശവും പലതവണ അവരുടെ ശരീരത്തിലൂടെ കുടിച്ചും മൂത്രമൊഴിച്ചും കടന്നുപോയിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കോടിക്കണക്കിന് തന്മാത്രകളുണ്ട്. ജലചക്രം വഴി ഈ തന്മാത്രകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ അതിൽ ഒരു ദിനോസർ തന്മാത്രയെങ്കിലും പെടാതെയിരിക്കാൻ ഒരു വഴിയുമില്ല. പേടിക്കേണ്ട, ഇത് പൂർണ്ണമായും ശുദ്ധമാണ്. പ്രകൃതിക്ക് അതിശക്തമായൊരു ഫിൽട്ടറുണ്ട്: ബാഷ്പീകരണം. സൂര്യതാപമേറ്റ് വെള്ളം നീരാവിയായി ഉയരുമ്പോൾ അത് എല്ലാ മാലിന്യങ്ങളെയും പുറന്തള്ളുന്നു. പിന്നീട് മഴയായി തിരികെ വരുമ്പോൾ അത് വീണ്ടും ശുദ്ധമായ H2O ആയി മാറുന്നു. ചുരുക്കത്തിൽ ക്ലിയോപാട്രയും ഐൻസ്റ്റീനും ദിനോസറുകളുമൊക്കെ കുടിച്ച അതേ വെള്ളം തന്നെയാണ് പ്രകൃതി ഇന്നും റീസൈക്കിൾ ചെയ്ത് നമുക്ക് നൽകുന്നത്. പ്രകൃതിയുടെ ഈ ഒരു മാജിക് അത്ഭുതകരമല്ലേ? കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുത്.